മമ്മൂട്ടി, വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കളങ്കാവൽ രണ്ടാം വാരത്തിലും വൻ വിജയം നേടുകയാണ്. ചിത്രം റിലീസ് ചെയ്ത് രണ്ടാമത്തെ ശനിയാഴ്ചയും ഗംഭീര ബുക്കിംഗ് ആണ് കേരളത്തിലുടനീളം ലഭിച്ചത്. നിറഞ്ഞ സദസ്സുകളിൽ വമ്പൻ ജനപിന്തുണയോടെയാണ് പ്രദർശനം. രണ്ടാം വാരത്തിൽ കേരളത്തിലെ 300-ൽ പരം സ്ക്രീനുകളിലാണ് കളങ്കാവൽ പ്രദർശിപ്പിക്കുന്നത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ക്രൈം ത്രില്ലർ ഡ്രാമയാണ്. ജിഷ്ണു ശ്രീകുമാറും ജിതിനും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം വേഫറർ ഫിലിംസ് ആണ് വിതരണം ചെയ്തത്. ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കളങ്കാവൽ കാണാൻ എത്തിയത് ശ്രദ്ധ നേടിയിരുന്നു. മമ്മൂട്ടി, വിനായകൻ എന്നിവരുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. റിലീസ് ചെയ്ത ആദ്യ വാരത്തിൽ തന്നെ 50 കോടി ക്ലബിലെത്തിയ ചിത്രം ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം എന്ന റെക്കോർഡും സ്വന്തമാക്കി. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ബ്രഹ്മയുഗം, ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. സയനൈഡ് മോഹൻ കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ ചിത്രം ആഗോളതലത്തിലും ബ്ലോക്ക് ബസ്റ്റർ വിജയം തുടരുകയാണ്. ഗൾഫിലും തകർപ്പൻ പ്രകടനം നടത്തുന്ന ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ്. ഇതിനോടകം 67 കോടിക്ക് മുകളിൽ ആഗോള ഗ്രോസ് നേടിയ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും മികച്ച പ്രതികരണം നേടുന്നുണ്ട്. ലോക ഉൾപ്പെടെയുള്ള മലയാള ചിത്രങ്ങൾ തമിഴ്നാട്ടിലെത്തിച്ച ഫ്യൂച്ചർ റണ്ണപ്പ് ഫിലിംസ് ആണ് ചിത്രം തമിഴ്നാട് വിതരണം ചെയ്തത്. സിത്താര എന്റർടൈൻമെന്റ്സ്, ലൈറ്റർ ബുദ്ധ ഫിലിംസ്, പെൻ മരുതാർ എന്നിവരാണ് ചിത്രം യഥാക്രമം ആന്ധ്ര, കർണാടകം, നോർത്ത് ഇന്ത്യ എന്നിവിടങ്ങളിൽ വിതരണം ചെയ്തിരിക്കുന്നത്. വിനായകൻ നായകനും മമ്മൂട്ടി പ്രതിനായകനുമായെത്തിയ ചിത്രത്തിലെ സംഗീതവും ഉയർന്ന സാങ്കേതിക നിലവാരവും പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട്. ജിബിൻ ഗോപിനാഥ്, ബിജു പപ്പൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ, മാളവിക, ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രമുഖ താരങ്ങൾ.